കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഡാൻസ് ക്ലാസ്സിലെ അരി ടീച്ചറും അവളും കൂടിയാണ് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം, വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല. അർഷിത് എന്ന പിഞ്ചോമനയുടെ വേർപാട് കേരളത്തെ മൊത്തം കണ്ണീരിലാഴ്ത്തിയ വാർത്ത തന്നെയായിരുന്നു. എന്നാൽ ഈ പിഞ്ചോമനെ ഈ ലോകത്തു നിന്നും പറഞ്ഞയച്ചവൻ്റെ ക്രൂരത ഇവിടെയൊന്നും നിൽക്കുന്നതല്ല. നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള പിന്നാമ്പുറങ്ങളാണ് ഈ അഷ്കർ എന്ന് പറയുന്ന വിരോധാഭാസിന് ഉണ്ടായിട്ടുള്ളത്. ഇവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും വീട്ടുകാരുടെ അനുവാദമില്ലാതെ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവരികയും ജീവിതം ആരംഭിക്കുകയും ചെയ്തു. 18ാമത്തെ വയസ്സിലാണ് ആമിന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് 2ാമത്തെ ദിവസം തുടങ്ങി ആമിനയോടുള്ള ക്രൂരത. മെഡിക്കേറ്റിരുന്ന് മരുന്നും കഴിച്ച് ഇരുന്ന് പെട്ടെന്ന് പഴയ പോലെ നമുക്ക് ഓടി നടക്കണ്ടേ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇനി ഈ വ്യക്തിയെ അതാണ് പ്രധാനം. അനുഭവം വരാൻ പാടില്ല. കാരണം പിഞ്ചു കുഞ്ഞിനോട് മനുഷ്യനായിട്ട് ആർക്കെങ്കിലും പറ്റും. അവന്റെ ഉമ്മാക്കും സഹോദരിക്ക് യവനും ഇതാണ് പരിപാടി. കാരണം പല പെണ്ണുങ്ങളും സഹോദരി കെട്ടിച്ചതല്ലേ, കെട്ടിച്ചാണ്. പക്ഷെ എന്നാലും ഇവർ 3 പേരും കൂടിയാണ് പോകുന്നത് കൊച്ചുങ്ങളെ വളർത്തി. അഷ്കർ എന്ന് പറയുന്ന നരാധമന്റെ ക്രൂരതയ്ക്ക് പൊരുതി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന ആമിന വളരെ സങ്കടം തരുന്നൊരു ന്യൂസ് തന്നെയാണ്. ആമിനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഞാനോട് ഇല്ലായിരുന്നു. ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളോട് മക്കൾ ധൈര്യമായിട്ട് മെഡിക്കേറ്റിരുന്ന് മരുന്നും കഴിച്ച് ഇരുന്ന് പെട്ടെന്ന് പഴയ പോലെ നമുക്ക് ഓടി നടക്കണ്ടേ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇനി ഈ വ്യക്തിയെ അതാണ് പ്രധാനം. അനുഭവം വരാൻ പാടില്ല. കാരണം പിഞ്ചു കുഞ്ഞിനോട് മനുഷ്യനായിട്ട് ആർക്കെങ്കിലും പറ്റും. അവന്റെ ഉമ്മാക്കും സഹോദരിക്ക് യവനും ഇതാണ് പരിപാടി. വളരെ മിടുക്കിയായിരുന്ന സുന്ദരിയായിരുന്ന ഒരു ചെറിയ പെൺകുട്ടി ഈ അഷ്കർ എന്ന് പറയുന്ന ക്രൂരന്റെ കയ്യിൽ കിട്ടിയതോടുകൂടി ആമിന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്നും തള്ളി താഴെയിടുന്നു, കിണറ്റിലേക്ക് തള്ളിയിടുന്നു, ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിക്കുന്നു. ആമിനയുടെ ജീവൻ എടുക്കാൻ പല രീതിയിൽ ഈ അഷ്കർ എന്ന് പറയുന്ന നരാധമനും അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും കൂടെ ശ്രമിച്ചിരുന്നു. ആമിന എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥന കൊണ്ടാവാം ജീവനെങ്കിലും ബാക്കി കിട്ടിയത്. അതിനുശേഷം തിരുവനന്തപുരത്തുള്ള മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇവൻ ജീവിതം തുടർന്നു. ആ പെൺകുട്ടിയും ഇന്ന് ഈ ലോകത്ത് ജീവനോടെയില്ല. വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ അഷ്കറിനെ കുറിച്ചിട്ട് വരുന്നത്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് മരണപ്പെട്ടത്, ഒന്നും നിശ്ചയമില്ല. അതിനുശേഷമാണ് അഖില എന്ന് പറയുന്ന ഈ പെൺകുട്ടിയോടൊപ്പം അവൻ ജീവിതം തുടങ്ങുന്നത്. ഇവൻ ജീവിതം ആരംഭിക്കുമ്പോൾ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇപ്പോൾ നമ്മളെയൊക്കെ കണ്ണീരിലാഴ്ത്തിയ അർഷിത് എന്ന് പറയുന്ന 1.5 വയസ്സുകാരൻ അഖിലയുടെ അമ്മയോടൊപ്പമായിരുന്നു. 1 മാസം മുമ്പാണ് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നത്. എന്തിനായിരുന്നു ആ തിരിച്ചു കൊണ്ടുവരൽ എന്ന് ഇപ്പം ചിന്തിച്ചു പോവുകയാണ്. വേണ്ടായിരുന്നു, ഇന്ന് തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായേനെ. എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ ആവർത്തി ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ച് അതിനുശേഷം അവിടുത്തെ മറിയം ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അതിനുശേഷം റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കയറ്റാനുള്ള തന്ത്രപ്പാടാണ് ചെയ്തത്. അതായത് ഈ കൂടെ നിൽക്കുന്ന ഈ നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ കുട്ടി വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്ന ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്. കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് 2 അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് അവൻ ചോറ് വാരി കൊടുക്കുകയാണ്. അതായത് കുട്ടിയെ മുൻപ് കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇവൻ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. മരിച്ച കുട്ടിയാണ് ചോറ് വാരി കൊടുത്തത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ ജംഗ്ഷനിൽ ഞാൻ പിന്നാലെ പോയതാണ്. ഈ കുട്ടിയുടെ കാലിലെ മുറിവ് വേണ്ടി ഇവനോട് ആദ്യമായിട്ട് ചോദിക്കുകയാണ്. കുട്ടിയുടെ കാലിലെ മുറിവ് സിഗരറ്റ് കുട്ടി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6ഓളം പാടി കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ ആവർത്തി ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ച് അതിനുശേഷം അവിടുത്തെ മറിയം. അഖിലയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഡാൻസ് ക്ലാസ്സിലെ അനു ടീച്ചറും അവളും കൂടിയാണ് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം, നിനക്ക് കൊച്ചിന് വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് അനു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അന്ന് കൊണ്ടുപോയതിന് ശേഷം ഞാൻ അവളെ വിളിക്കുകയോ ഞങ്ങളുമായിട്ട് കാണുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഈ 2 കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട സമയത്ത് എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ ഞാൻ സ്റ്റാറ്റസിലൊക്കെ കണ്ടത് എൻ്റെ മരുമോൾ എന്നെ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ അറിയണത്. അന്നേ ദിവസം രാത്രി ഒരു 9-9:30 മണിക്ക് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും അവിടെ. അഖിലയുടെ ഭർത്താവിൻ്റെ മരണം വളരെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം. അഖിലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടാകുന്നെന്ന് ഭർത്താവ് അറിയുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകുന്നു, കേസാകുന്നു, പ്രശ്നങ്ങളാകുന്നു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് അഖില ഭർത്താവിനെ വേണ്ട എന്ന് വെക്കുന്നു. ആ മനോവിഷമത്തിൽ വീട്ടിലെത്തിയ ഭർത്താവ് ജീവൻ അവസാനിപ്പിക്കുന്നു. ഒരു സിനിമാ കഥയെക്കാട്ടിലും വെല്ലുന്ന തരത്തിലുള്ള കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുവരുന്നത്.
അതിനുശേഷമാണ് അഷ്കറിനെ പരിചയപ്പെടുന്നതും അഷ്കറുമായിട്ട് ജീവിതം ആരംഭിക്കുന്നതും. അപ്പോഴും അഖിലയുടെ സുഹൃത്തുക്കൾ വിലക്കിയിരുന്നു. ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ കണ്ട്, അഷ്കറുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ കണ്ടിട്ട് നീ ദുരിതത്തിലേക്കാണ് പോകുന്നത്, ഇത് ശരിയാവത്തില്ല എന്നൊക്കെ കൂട്ടുകാരികളും മറ്റു ഫ്രണ്ട്സും ഒക്കെ പറയുന്ന ഇല്ല, പാവമാണ്, ആള് പാവമാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേടിക്കുന്ന പോലൊന്നും ഇല്ല എന്ന് ഈ അഖില ഫ്രണ്ട്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കുഞ്ഞിനെക്കാട്ടിലും, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെക്കാട്ടിലും വലുതായിരുന്നു ഇവക്ക് ഈ കള്ളക്കാമുകൻ. അവനുമായിട്ട് ജീവിതം ആരംഭിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരികയും ഈ കുഞ്ഞിനെ ക്രൂരമായിട്ട് ഇവൻ ഇവൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിയുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ 1.5 വയസ്സിനിടയ്ക്ക് ഈ കുഞ്ഞ് അനുഭവിച്ചു. ഈ 1 മാസത്തിനിടയ്ക്ക് ഈ കുഞ്ഞ് അനുഭവിച്ചു. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവളുടെ അമ്മ ഒരുപാട് കേസ് കൊടുത്തിട്ടും ഒരുപാട് പിന്നാലെ നടന്നു. ഇവൾക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ ഈ കുഞ്ഞ് ഇവർക്ക് ഭീഷണിയാകും എന്ന് കരുതിയിട്ടാണ് ഈ അഷ്കർ ഈ ക്രൂരത ഈ കുഞ്ഞിനോട് കാണിച്ചത്. ഇവളൊരു അമ്മയല്ലേ, ഇവക്ക് ഭീഷണിയാണെങ്കിൽ ഇവക്ക് ഈ കുഞ്ഞിനെ മറ്റാരെങ്കിലും ഏൽപ്പിക്കാമായിരുന്നല്ലോ. ഈ വാർത്ത വന്നതിന് ശേഷം എത്രയോ പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ടുള്ളത്, ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാമായിരുന്നല്ലോ, ഞങ്ങൾ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ എന്നൊക്കെ കരുതിയിട്ട്. ഒരിടത്തും എവിടെയും പല വീഡിയോസ് കണ്ട് ആ കുഞ്ഞൊന്ന് ചിരിച്ച മുഖത്തോടെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഈ കുഞ്ഞിന് ചോറ് കൊടുത്ത സമയത്ത് ചോറ് കഴിക്കാതെ കൊച്ചിന് ഛർദിലുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡാഷ് മോൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പം ചോറ് വായിലുണ്ട്, നിർബന്ധിച്ച് ചോറ് തീറ്റിക്കുന്നതായിട്ട് ഇവൻ ആക്ട് ചെയ്തു. പക്ഷെ ആ സമയം തന്നെ കുഞ്ഞിൻ്റെ ജീവൻ പോയിരിക്കാം. സത്യം പറഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയധികമൊക്കെ ക്രൂരത കാണിക്കുന്നവനെ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റുമോ? ഇനിയും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ ഒരിക്കലും ഈ അഖില എന്ന് പറയുന്ന ഈ നീച സ്ത്രീക്ക് സാധിക്കരുത്. അർഹതയില്ല അവൾക്കതിന്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു അർഹതയും ഇവൾക്കില്ല. ഇവൾക്കുമില്ല, ഇവനുമില്ല. ഇത്രയധികം കഥകളാണ് ഈ അഷ്കറിനെ കുറിച്ചിട്ടും അഖിലയെ കുറിച്ചിട്ടും ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇനിയും പുറത്ത് വരാത്ത എത്രയധികം ദുരൂഹത നിറഞ്ഞ കഥകൾ ഉണ്ടായിരിക്കും. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ഈ അഷ്കറിൻ്റെ ബന്ധുക്കൾ അമ്മയും സഹോദരിയും കൂടെ വന്ന് ഈ വീട് ക്ലീൻ ചെയ്തിരിക്കുന്നു. കുഞ്ഞിൻ്റെ കയ്യിലിട്ടിരുന്ന പ്ലാസ്റ്റർ അതുവരെ കത്തിച്ചിട്ടിട്ടുണ്ട്. സാധാരണ ഈ പ്ലാസ്റ്ററൊക്കെ നീക്കം ചെയ്യുന്നത് ഹോസ്പിറ്റലുകാരാണ്. അപ്പോൾ അതിന് പോലും ഈ കുഞ്ഞിനെ തിരികെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. വീട്ടിൽ വെച്ച് തന്നെ ഈ പ്ലാസ്റ്റർ നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ തെളിവുകളും ഈ വീട്ടുകാർ കത്തിച്ച് കളഞ്ഞിരിക്കുന്നു. വീട് കഴുകി വൃത്തിയായിരിക്കുന്നു. യാതൊരുവിധ തെളിവും അവശേഷിപ്പിക്കാതെ വീട് ക്ലീൻ ചെയ്തിരിക്കുന്നു. എല്ലാം കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഈ അഷ്കർ മാത്രമല്ല, ഇവൻ്റെ അമ്മയും ഇവൻ്റെ സഹോദരിയും വീട്ടുകാരുൾപ്പെടെ ക്രിമിനൽസാണ്. ഒരിക്കലും പുറത്ത് വിടരുത്. അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. സാധാരണ ഈ ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും ഇവർക്ക് ജയിലിൽ ചെന്ന സുഖവാസമാണ്. അതാണ് നമ്മുടെ നിയമത്തിൻ്റെ പ്രത്യേകത. ഇവനെ കൊണ്ടുവന്നപ്പോൾ, തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ ചെന്നു, അനുവദിച്ചില്ല പോലീസ്. കാത്തു കെട്ടിക്കൊണ്ടുപോയി. അതാണ് പോലീസ്. നിയമം കാക്കണം, സത്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള ക്രിമിനൽസിനെ ഈ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. ശരിയായ നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള അഷ്കർമാരും ഇതുപോലെയുള്ള അഖിലമാരും ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ നിയമത്തിന് അത്രയധികം ഭയമേ നാട്ടിലുള്ളവർക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നത്. ഒരുപാട് പേരാണ് കണ്ണീരിലാഴ്ത്തിയിരിക്കുന്ന ഈ കുഞ്ഞിനെ ഓർത്തിട്ട് ഒരു നിമിഷമെങ്കിലും ഇപ്പോഴും മനസ്സ് നൊന്ത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് കരയുന്ന ഒരുപാട് നല്ല മനസ്സുള്ള നല്ല ആൾക്കാരുണ്ട്. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ പൊന്നു പോലെ നോക്കിയിരുന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ആത്മാവിന് അവിടെയെങ്കിലും ശാന്തി കിട്ടട്ടെ, അവന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം.